അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ സ്ക്രാം 440 ഒരു ചെറിയ നെഗറ്റീവ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എഞ്ചിൻ്റെ ബോറിൽ ഒരു 3mm വ്യത്യാസം വരുത്തി 443 cc ആക്കി അപ്ഗ്രേഡ് ചെയ്തതാണ്. ഈ റിയർ ABSനെ ഓഫ് ചെയ്ത് വെക്കാവുന്ന ഫെസിലിറ്റിയും കൂടി നമ്മുടെ റോയൽ എൻഫീൽഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹണ്ടറിലെ മെറ്റിയർ 350 കൊടുത്തിരുന്ന ആ ബേസിക് ആയിട്ടുള്ള ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഏറ്റവും പുതിയ സ്ക്രാം 440 എന്ന വാഹനമാണ് കേട്ടോ. സ്ക്രാം 440 എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ സ്ക്രാം 411 എഞ്ചിൻ്റെ ബോറിൽ ഒരു 3mm വ്യത്യാസം വരുത്തി 443 cc ആക്കി അപ്ഗ്രേഡ് ചെയ്തതാണ്. പോരാത്തതിന് ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള ചേഞ്ചുകൾ നമ്മുടെ റോയൽ എൻഫീൽഡ് നമ്മുടെ സ്ക്രാം 440 കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ സ്ക്രാം 440 വന്നിരിക്കുന്ന ഹൈലൈറ്റ് ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിൻ കപ്പാസിറ്റി 411 നിന്ന് 443 cc ആയി മാറി. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് എന്നുള്ളത് ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിട്ട് റോയൽ എൻഫീൽഡ് അപ്ഗ്രേഡ് ചെയ്തു. അതുപോലെ ക്ലച്ച് ഇത്തിരി കൂടിയും ഈസിയർ ആയിട്ടുള്ള ക്ലച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏറ്റവും പുതിയ സ്ക്രാം 440 ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഇവൻ്റെ ഒരു വാക്കറിലേക്ക് അടക്കാം. അതിനുശേഷം ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഇവൻ്റെ ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ സൂപ്പർ മെറ്റിയോറിലും ഗറില്ലയിലൊക്കെ കൊടുത്തിരുന്ന അതേ LED ഹെഡ്ലാമ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് പതിവ് പോലെ തന്നെ ഇതിന് നടുവിലായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു എംബ്ലം കൊടുത്തിരിക്കുന്നു. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ മുകളിലായിട്ടൊരു മെറ്റലിൻ്റെ കവറിങ് കൊടുത്തിരുന്നു. പ്രീവിയസ് മോഡലിൽ അത് ഫൈബർ ആയിരുന്നു. പിന്നെ കവറിങ്ങിൽ ഇവിടെയായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ വശങ്ങളിലായിട്ട് കൺവെൻഷണൽ ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതിൽ ഹസാർഡ് ഫംഗ്ഷനും കൂടിയും റോയൽ എൻഫീൽഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ താഴെയായിട്ട് ലൈസൻസ് പ്ലേറ്റിനുള്ള പ്രൊവിഷനും റോയൽ എൻഫീൽഡ് നൽകിയിരിക്കുന്നു. ഇനി സ്ക്രാം 440യുടെ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ 41mm ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള മഡ്ഗാർഡാണ് സ്ക്രാം 440 കൊടുത്തിരിക്കുന്നത്. ഇത് ഫൈബറിൻ്റേതാണ്. ഇനി ഇതിൻ്റെ ബ്രേക്കിങ്ങിലേക്ക് വരുമ്പോൾ 300mm ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ബൈബ്രാൻ്റെ ഡ്യുവൽ കാലിപ്പേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി ഇവൻ്റെ ടയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 100/90 19 ഇഞ്ചിൻ്റെ ടയറുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതും സിയറ്റിൻ്റെ ഡ്യുവൽ പർപ്പസ് ടയറുകളാണ് ഇവനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്ക്രാം 440യുടെ സൈഡ് വ്യൂയിലേക്ക് പോവാം. സൈഡ് വ്യൂവിൽ വരുമ്പോൾ നമ്മളെ ഏറ്റവും പെട്ടെന്ന് ആകർഷിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ 15 ലിറ്ററിൻ്റെ ഹ്യൂജ് ഫ്യൂൾ ടാങ്കാണ്. അതിൻ്റെ വശങ്ങളിലായിട്ട് ഒരു ചെറിയൊരു കൗളിങ് കൊടുത്തിരിക്കുന്നു. അതിൽ റോയൽ എൻഫീൽഡ് എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. നല്ല ഓറഞ്ച് നിറത്തിൽ അത് കൊടുത്തിരിക്കുന്നു. പിന്നെ വശങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ സ്ക്രാം 440 എന്നൊരു ബാഡ്ജിങ് കൊടുത്തൊരു സൈഡ് കവർ കാണാം. അതിന് സൈഡുകളിലായിട്ട് ഈ ഷാസിയുടെ ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്തതും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ക്രാം 440യുടെ എഞ്ചിനിലേക്ക് പോവാം. കാണാൻ നമ്മുടെ പഴയ ഹിമാലയൻ്റെ എഞ്ചിൻ തന്നെയാണെന്ന് തോന്നാമെങ്കിലും സിലിണ്ടറിൻ്റെ ബോറിൽ ഒരു 3mm വ്യത്യാസം വരുത്തിയിട്ട് 443 cc ആയിട്ടാണ് ഈ എഞ്ചിനെ റോയൽ എൻഫീൽഡ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇവൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ 25.8 bhp കരുത്തും 34 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഏറ്റവും പുതിയ സ്ക്രാം 440യുടെ എക്സോസ്റ്റ് നോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കമൻറ്റ് ചെയ്യുക. നമ്മുടെ സ്ക്രാം 440യുടെ ഫുഡ് പ്ലഗ് ഗ്രിപ്ലെസ് വരുമ്പോൾ ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടുള്ള ഗ്രിപ്പുകളാണ് നമ്മുടെ സ്ക്രാം 440 കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് പെഡലായാലും കാല് സ്ലിപ്പ് ചെയ്യാതിരിക്കാനുള്ള ഡിസൈനിലാണ് സ്ക്രാം 440 വന്നിരിക്കുന്നത്. ഇനി പില്ലിയനറിൻ്റെ ഗ്രിപ്പിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് ഉയർന്ന രീതിയിലാണ് പില്ലിയനറിൻ്റെ ഫുഡ് പ്ലഗും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്ക്രാം 440 ഒരു മെറ്റലിൻ്റെ എൻജിൻ ഗാർഡും കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴും നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോഴൊക്കെ ഉപകാരപ്രദമായ ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ നമ്മുടെ സ്ക്രാം 440യുടെ റിയർ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ട്രാവലുള്ള മോണോഷോക്ക് സെറ്റപ്പ് തന്നെയാണ് നമ്മുടെ സ്ക്രാം 440 കൊടുത്തിരിക്കുന്നത്. ഇനി സ്ക്രാം 440യിലെ പുറകിലെ ടയറിലേക്ക് വരികയാണെങ്കിൽ 120/90 17 ഇഞ്ചിൻ്റെ വീലുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതും അലോയിലേക്ക് വരുമ്പോൾ സ്പോക്കഡ് അലോയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് സിയറ്റിൻ്റെ മൾട്ടി പർപ്പസ് ട്യൂബ്ലെസ് ടയറുകളാണ് നമ്മുടെ സ്ക്രാം 440 വന്നിരിക്കുന്നത്. ഇനി ബ്രേക്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 240mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ സിംഗിൾ പിസ്റ്റൺ കാലിപ്പേഴ്സും കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ വാഹനത്തിൽ
ഡ്യുവൽ ചാനൽ ABS ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഈ റിയർ ABSനെ ഓഫ് ചെയ്ത് വെക്കാവുന്ന ഫെസിലിറ്റിയും കൂടി നമ്മുടെ റോയൽ എൻഫീൽഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സ്ക്രാം 440യുടെ ബാക്ക് വ്യൂയിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ ടൈലൻ്റാണ് ഇവന് കൊടുത്തിരിക്കുന്നത്. ഇത് സ്ക്രാം 411 ഉണ്ടായിരുന്ന ടൈലൻ്റ് തന്നെയാണ്. പിന്നെ കൺവെൻഷണൽ ആയിട്ടുള്ള LED ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ കൊടുത്തിരിക്കുന്നു. അതിൽ ഹസാർഡ് ലൈറ്റിൻ്റെ ഫംഗ്ഷനും ഉണ്ട്. പിന്നെ വളരെ മനോഹരമായ ചെറിയൊരു LED ടെയിൽ ലൈറ്റും ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ പുറകിലായിട്ട് നല്ല രീതിയിൽ തന്നെ പിടിച്ചിരിക്കാവുന്ന പൈപ്പ് കൊണ്ടുള്ള ഒരു ഗ്രാബ് റെയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് ഇന്ത്യൻ റോഡുകൾ കൊടുക്കേണ്ടതായിട്ടുള്ള സാരി ഗാർഡ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ ചെയിൻ സെറ്റപ്പിലേക്ക് വരുമ്പോൾ ഒരു ഓപ്പൺ ചെയിൻ സെറ്റപ്പാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് സ്ക്രാം 440ക്ക് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ഫൈബർ കൊണ്ടുള്ളൊരു കവറിങ്ങും കൊടുത്തിരിക്കുന്നു. ഇനി നമ്മുടെ റോയൽ എൻഫീൽഡ് സ്ക്രാം 440യുടെ സീറ്റിലേക്ക് വരുമ്പോൾ വളരെ ഗ്രിപ്പുള്ളൊരു നാപ്പ ലെതറിൻ്റെ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ റൈഡറിൻ്റെ ഭാഗം കുറച്ച് വീതി കുറവും പില്ലിനേറിന് നല്ല വീതിയും കിട്ടാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും പുതിയ സ്ക്രാം 440യിൽ കയറിയിരിക്കാം. നമ്മുടെ സ്ക്രാം 440യിൽ കയറിയിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്ററാണ് നമുക്ക് കിട്ടുന്നത്. അതായത് അപ്രൈറ്റും അല്ല എന്നാലധികം ലീനും അല്ലാത്തൊരു പോസ്റ്ററാണ് നമുക്ക് കിട്ടുന്നത്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള പോസ്റ്റർ തന്നെയാണ്. ഇനി ഇവൻ്റെ സീറ്റ് ഹൈറ്റിലേക്ക് വരുമ്പോൾ 795 mm ആണ് ഇവൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ 200 mm പ്ലസ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഇവന് കിട്ടുന്നുണ്ട്. 5.8 എനിക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലാറ്റ് ഫുഡ് ചെയ്യാവുന്ന സീറ്റ് ഹൈറ്റാണ് ഇവന് വന്നിരിക്കുന്നത്. ഇനി ഇവൻ്റെ ഹാൻഡിലേക്ക് വരുമ്പോൾ വളരെ വൈഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് നമ്മുടെ സ്ക്രാം 440ക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ പതിവിലും വിപരീതമായിട്ട് നല്ല വെയിറ്റുള്ള എൻഡ് വെയിറ്റുകൾ റോയൽ എൻഫീൽഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രാം 440യുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് പോകാം. ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ആനിമേഷൻസ് ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ ഹണ്ടറിലെ മെറ്റിയർ 350 കൊടുത്തിരുന്ന ആ ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. പിന്നെ ഇതിൽ ഈ വാഹനത്തിൻ്റെ ഓപ്ഷണലായിട്ട് നമുക്കിവിടെ ഒരു ചെറിയ ട്രിപ്പർ പോഡ് വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇനി നമ്മുടെ സ്ക്രാം 440യുടെ സ്വിച്ച് ഗിയേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പഴയ ഹിമാലയയിലും സ്ക്രാമിലും കൊടുത്തിരുന്ന അതേ സ്വിച്ച് ഗിയേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇവിടെയായിട്ട് സ്വിച്ചബിൾ ABSൻ്റെ സ്വിച്ച് കാണാം. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ പാസ് ഡിമ്മൊക്കെ ഉള്ള സ്വിച്ച് കാണാം. ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഹോണിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം ലൗഡായിട്ടുള്ള ഹോൺ തന്നെയാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. ഇനി വലതുവശത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് എൻജിൻ കിൽ സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ കാണുന്നത് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചുകളാണ്. താഴെയായിട്ട് ഇലക്ട്രിക് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും കൊടുത്തിരിക്കുന്നു. ഇനി ഈ സ്വിച്ച് ഗിയറിൻ്റെ ഫ്രണ്ടിൽ ഇൻഫർമേഷൻ്റേതായിട്ടുള്ളൊരു സ്വിച്ച് കൂടിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി സ്ക്രാം 440യുടെ മിറർ യൂണിറ്റിലേക്ക് വരുമ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ കൺവെൻഷണൽ ആയിട്ടുള്ള റൗണ്ട് മിറർ യൂണിറ്റുകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല വിസിബിലിറ്റി ഉള്ള മിറർ യൂണിറ്റുകൾ തന്നെയാണ്. പിന്നെ ഹാൻഡിൽ വരുന്ന ആ ചെറിയ വൈബ്രേഷൻ നമ്മുടെ മിററിലേക്ക് കിട്ടുന്നില്ല എന്നുള്ളതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ സ്ക്രാം 440യിൽ ഒരു ചെറിയ നെഗറ്റീവ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവൻ്റെ സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ അധികം ഇൻക്ലിനേഷൻ ഇല്ലാത്ത സ്റ്റാൻഡാണ് റോയൽ എൻഫീൽഡിൽ കൊടുത്തിരിക്കുന്നത്. നല്ല പരന്ന പ്രതലത്തിൽ പോലും വാഹനത്തിൽ ചാരി നിന്ന് കഴിഞ്ഞാൽ വാഹനം അപ്പുറത്തേക്ക് മറയാനുള്ളൊരു ടെൻഡൻസി ഈ സ്റ്റാൻഡ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവനെ ഓഫ് റോഡൊക്കെ കൊണ്ടുപോകുമ്പോഴും ഇതുപോലെ തന്നെയാണ്. അധികം പരന്ന പ്രതലം നമുക്ക് ഓഫ് റോഡിൽ കിട്ടുകയില്ലല്ലോ. അപ്പോൾ ഈ സ്റ്റാൻഡിന് ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അതാണ്. അപ്പോൾ നമ്മൾ സ്ക്രാം 440യുടെ വിശേഷങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ വാഹനത്തെ ഒന്ന് ഓടിച്ച് നോക്കി റൈഡിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ സ്ക്രാം 440 ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ഈ സ്ക്രാം 440 ഓടിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ റോയൽ എൻഫീൽഡിൽ നിന്നും പുതിയ റോയൽ എൻഫീൽഡിലേക്ക് ഒരു സ്വിച്ചിങ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് നല്ല വാഹനങ്ങളാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് നിരത്തിലെത്തിച്ചത്. സ്ക്രാം 440 ഓടിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടമായ കാര്യം എന്ന് വെച്ചാൽ ഇവൻ്റെ എർഗണോമിക്സ് തന്നെയാണ് കേട്ടോ. അധികം ലീനും അല്ല, എന്നാൽ അധികം അപ്രേറ്റും അല്ലാതെ നല്ല സ്പോർട്ടി പോസ്റ്ററാണ് ഇവനിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇവനെ 411 നിന്നും 440 ആക്കിപ്പോൾ കിട്ടിയിരുന്ന പവർ ഡെവലപ്പ് കൊണ്ട് തന്നെ ഇവൻ നല്ല പവർഫുൾ വാഹനം തന്നെ ആയിട്ടുണ്ട്.
പിന്നെ നമ്മുടെ സ്ക്രാം 440 ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കുറച്ചുകൂടി ബിഗിനർ ഫ്രണ്ട്ലി ആക്കാൻ നമ്മുടെ റോയൽ എൻഫീൽഡ് ശ്രമിച്ചിട്ടുണ്ടെന്നാണ്. അത് ഇവൻ്റെ ഹാൻഡ്ലിംഗ് ആയാലും ബ്രേക്കിംഗ് ആയാലും എല്ലാം തന്നെ കുറച്ചുകൂടി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ഇവനെ കുറച്ച് ട്രാഫിക്കിൽ നല്ല രീതിയിൽ തന്നെ ഫ്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത്ര ഓവർ പവേർഡ് എന്ന് പറയാൻ പറ്റില്ല. അതായത് 25.8 bhp പവറാണ് ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇവനൊരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. അതായത് ബോറിനേക്കാൾ കൂടുതലാണ് ഇവൻ്റെ സ്ട്രോക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ നമുക്ക് ലോ എൻഡിൽ നല്ല ടോർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാഫിക്കിൽ അധികം ഷിഫ്റ്റിംഗ് ഇല്ലാണ്ട് തന്നെ ഇവനെ കൊണ്ടുനടക്കാനാവുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബിഗിനർ ഫ്രണ്ട്ലിയുമാണ്. നമുക്ക് സിറ്റി റൈഡിനും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളായിട്ട് തന്നെയാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ഇവനെ ഇറക്കിയിട്ടുള്ളത്. പഴയ ഹിമാലയനോ അല്ലെങ്കിൽ സ്ക്രാം 400 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ്റെ ഹാൻഡ്ലിങ്ങിൽ വൈബ്രേഷൻ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് മിററിൽ തന്നെ കാണാം, മിററൊന്നും വൈബ്രേറ്റ് ചെയ്യുന്നില്ല. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഹിമാലയനേക്കാളും കുറച്ച് സ്റ്റിഫർ ആയിട്ടുണ്ട് സസ്പെൻഷൻ. അത് ലോങ് ട്രാവലിലൊക്കെ നമുക്ക് ഉപകാരം ചെയ്യും. കാരണം നമുക്ക് കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പോഞ്ചി ആയിട്ടുള്ള സസ്പെൻഷൻ വരുമ്പോൾ ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ സ്ക്രാം 440യുടെ സസ്പെൻഷൻ കുറച്ചുകൂടി സ്റ്റിഫർ സൈഡിലേക്ക് മാറ്റിയതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ട്രാവലിലൊക്കെ ആ ബാക്ക് പെയിൻ വരാനുള്ള ചാൻസസ് കുറവാണ്. പിന്നെ സസ്പെൻഷൻ്റെ ട്രാവൽ വരുന്നത് ഫ്രണ്ടിൽ 190 mm പുറകിൽ 150 mm ആണ് ട്രാവൽ വരുന്നത്. അത് പുറകിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ മിററുകളുടെ കാര്യം പറയുമ്പോൾ നല്ല വിസിബിലിറ്റിയാണ് ഈ മിററുകൾ തരുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ കൺവെൻഷനൽ ആയിട്ടുള്ള റൗണ്ട് കളറുടെ മിററുകൾ തന്നെയാണ്. പക്ഷേ അത് ഈ വാഹനത്തിന് നല്ല ലുക്സും നൽകുന്നുണ്ട്, നല്ല വിസിബിലിറ്റി നൽകുന്നുണ്ട് കേട്ടോ. പിന്നെ സ്ക്രാം 440യുടെ സ്വിച്ച് ഗിയറിലേക്കൊക്കെ പോകുമ്പോൾ സ്ക്രാം 411 കൊടുത്തിരുന്ന അതേ സ്വിച്ച് ഗിയറുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷുള്ള സ്വിച്ച് ഗിയറുകൾ തന്നെയാണിത്. പിന്നെ ഇവൻ്റെ സ്വിച്ചബിൾ ABS ഉണ്ടല്ലോ, അതായത് ഡ്യുവൽ ചാനൽ ABS ഉള്ള വാഹനം തന്നെയാണ്. നമുക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിയർ ABS ഓഫ് ആക്കാൻ സാധിക്കും. പക്ഷെ അത് റണ്ണിങ്ങിൽ ഓഫ് ആവില്ല കേട്ടോ. റിയർ ABS സ്വിച്ച് ചെയ്യാനുള്ള ടോഗിൾ ഈ പാസ് ലൈറ്റ് കൊടുത്തതിൻ്റെ സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പാസ് ലൈറ്റിന് പകരം അവിടെ ഈ റിയർ ABSൻ്റെ ഓഫ് ആക്കാനുള്ള സ്വിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്സിഡൻ്റലി പാസ് ലൈറ്റ് ആണെന്ന് വെച്ച് ഞെക്കിയാൽ പോലും ABS ഓഫ് ആകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ABS ഓഫ് ആക്കണം എന്നുണ്ടെങ്കിൽ വാഹനം നിർത്തിയതിന് ശേഷം ആ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ മാത്രമാണ് റിയർ ABS ഓഫ് ആവുകയുള്ളൂ. നമുക്ക് റിയർ ABS ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കൊക്കെ ഒന്ന് സ്കിഡ് ചെയ്യാം. കുറച്ച് നമുക്ക് മറ്റേ സൂപ്പർ മോട്ടോ പോലെയൊക്കെ കുറച്ചൊക്കെ അഭ്യാസങ്ങൾ ഇതിൽ കാട്ടാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ടത് ഇവൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് ആണ് കേട്ടോ. ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് അധികം ടൈമൊന്നും വേണ്ട റെസ്പോണ്ട് ചെയ്യാനായിട്ട്. അധികം പമ്മലില്ലാത്ത ത്രോട്ടിൽ റെസ്പോൺസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബെറ്റർ ഹാൻഡ്ലിംഗ് ആണെന്ന് നേരത്തെ പറഞ്ഞു. പിന്നെ ഈ എൻജിൻ്റെ ഐഡ്ലിംഗ് RPM എന്ന് പറയുന്നത് 1300 RPM ആണ് കേട്ടോ ഐഡ്ലിംഗ്. പക്ഷേ ഇത് കാണാൻ നമുക്ക് ഇവിടെ ടാക്കോമീറ്റർ കൊടുത്തിട്ടില്ല എന്നുള്ളത് കുറച്ച് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ പവർ റേഞ്ചും അല്ലെങ്കിൽ ആ ടോർക്ക് റേഞ്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ടാക്കോമീറ്റർ വേണം എന്നെനിക്ക് തോന്നി. പിന്നെ ഇവൻ്റെ മീറ്ററിൻ്റെ കാര്യത്തിൽ ഇരിക്കുമ്പോൾ നല്ല വിസിബിലിറ്റി ഒക്കെ തന്നെയാണ്. പിന്നെ റോയൽ എൻഫീൽഡ് സ്ക്രാം 440യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ഷിഫ്റ്റിംഗ് ആണ്. അതായത് ഡിസ്റ്റൻസ് ഇല്ലാത്ത ഷിഫ്റ്റിംഗ് തന്നെയാണ്. പിന്നെ ഇതിലൊരു സ്ലിപ്പർ ക്ലച്ച് ഉൾപ്പെടുത്തിയതിനാൽ തന്നെ നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ്ങിലൊക്കെ അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നില്ല. അതായത് ക്ലച്ചൊക്കെ നല്ല ലൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ പുതിയ സ്ക്രാം 440യിൽ നമ്മുടെ പഴയ ഹിമാലയയിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മാറ്റങ്ങളെന്ന് പറയാൻ പറ്റില്ല, അവനിൽ യൂസിങ്ങിൽ വന്നങ്ങനെ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ആ കലബല സൗണ്ട് ഉണ്ടല്ലോ, കുറച്ച് റാറ്റ്ലിംഗ് സൗണ്ടുകൾ നമ്മുടെ ഹിമാലയയിലുണ്ടായിരുന്നു. ആ റാറ്റ്ലിംഗ് സൗണ്ടുകൾ പൂർണ്ണമായിട്ടും ഇവരിൽ മാറി എന്ന് തന്നെ പറയാം. ഇവരിലധികം വൈബ്രേഷൻസോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ അനവസരമുണ്ടാക്കുന്ന മറ്റ് സൗണ്ടുകളോ ഒന്നും തന്നെ നമ്മുടെ സ്ക്രാം 440ക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്കുണ്ടാകുന്നൊരു സംശയം എന്ന് വെച്ചാൽ ഇവന് ഇത്രയും വലിയ വണ്ടിയല്ലേ, ഇവനെ ടേൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോയെന്നൊക്കെയാണ് കേട്ടോ. ഇപ്പം ഞാൻ റോഡ് സൈഡിൽ വണ്ടി നിർത്തി നോക്കുകയാണ് വേറെ വണ്ടികളുണ്ടോയെന്ന്. എന്ന് വെച്ചാൽ കുറച്ച് വണ്ടികളുള്ള സ്ഥലമാണിത്. ഇവനെ ടേൺ ചെയ്യാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അതേ ഒരു പ്രാവശ്യം കാല് കുത്തി ഒറ്റ വളവ് കളിച്ച് കഴിഞ്ഞാൽ തന്നെ ഇവനെടുത്ത് പോരാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇവനെ ടേൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്ക്രാം 440നെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രാം 440 നമ്മുടെ പഴയ ഹിമാലയനെ നിർത്തിയപ്പോൾ കുറച്ച് സങ്കടം ഉണ്ടായ ഒരു ഗ്രൂപ്പില്ലേ, അവർക്ക് വേണ്ടി കൊടുക്കാവുന്ന ഒരു വാഹനം തന്നെയായിട്ടാണ് എനിക്ക് സ്ക്രാം 440നെ കാണാൻ സാധിക്കുന്നത്. പഴയ ഹിമാലയനിലും അല്ലെങ്കിൽ സ്ക്രാം 411 ഉണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സ്ക്രാം 440ലേക്ക് വന്നപ്പോൾ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതിലെടുത്ത് പറയാവുന്ന ഒരു മാറ്റം തന്നെയാണ് സ്ക്രാം 440ക്ക് ട്യൂബ്ലെസ് ടയേഴ്സ് വന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി പഞ്ചറുകൾ പേടിക്കാണ്ട് തന്നെ ഓഫ് റോഡോ അല്ലെങ്കിൽ ഓൺ റോഡൊക്കെ ചെയ്യുമ്പോൾ പഞ്ചറുകൾ പേടിക്കേണ്ട എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഇവനെ ആർക്കാണ് എടുക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു 200cc അല്ലെങ്കിൽ 150cc ബൈക്കുകളിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് പോലും ഉപയോഗിക്കാൻ അത്ര ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനമായിട്ടാണ് റോയൽ എൻഫീൽഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 200cc എന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റുന്നൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് നമ്മുടെ സ്ക്രാം 440. ശരിക്കും നമ്മുടെ സ്ക്രാം 440 ഏത് തരം ബൈക്കാണെന്ന് വെച്ചാൽ ഓഫ് റോഡിലും അതുപോലെ ഓൺ റോഡിലും പെർഫോമൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനം തന്നെയാണ്.
ഇതുപോലെ തന്നെയാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ബെയർ 650യും റോയൽ എൻഫീൽഡ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇവൻ്റെ വേരിയൻസിലേക്ക് പോകുകയാണെങ്കിൽ ട്രെയിൽ എന്നും ഫോഴ്സ് എന്നുള്ള 2 വേരിയൻറ്റുകളാണുള്ളത്. ഈ 2 വേരിയൻറ്റിലും കൂടി 5 കളർ ഓപ്ഷനുകൾ നമുക്ക് ഇവന് ലഭിക്കുന്നുണ്ട്. ഇനി ഇവൻ്റെ വിലയിലേക്ക് പോകുകയാണെങ്കിൽ 2,80,000 രൂപ മുതൽ 2,15,000 രൂപയാണ് ഈ 2 വേരിയൻറ്റുകൾക്കും വില വരുന്നത്. ഇത് എക്സ്ഷോറൂം വിലയാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള, അതായത് പഴയ 441 cc നിന്നും 443 cc അപ്ഗ്രേഡ് ചെയ്തപ്പോഴുള്ള ആ പവർ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ടോർക്കിൻ്റെ വർധനവും നല്ല രീതിയിൽ തന്നെ ഈ വാഹനത്തിന് ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈബ്രേഷൻ തീരെ കുറവായിട്ടൊരു വാഹനം തന്നെയാണ്. അപ്പോൾ ഈ വാഹനത്തെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് തന്നിരിക്കുന്നത് പുഴയ്ക്കിലുള്ള ഹെറിറ്റേജ് റോയൽ എൻഫീൽഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ എൻക്വയറീസിനും മറ്റുമായിട്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ചേർക്കാം. അപ്പോൾ എന്തെങ്കിലും എൻക്വയറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുക, അറിയിക്കുക. ടെസ്റ്റ് ഡ്രൈവ് ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇനി എൻ്റെ ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനലിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന ഈ അപ്രീസിയേഷൻസ് തന്നെയാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ കാണാം. ബൈ.